ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്, പൊട്ടറ്റോ പാൻകേക്ക്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. പ്രധാനമായിട്ടും ഉരുളക്കിഴങ്ങ്. അത് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇതൊരു കൊറിയൻ ഡിഷാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മാറ്റാം. ഞാൻ ഓൾറെഡി കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അതിലിട്ട് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ട് 2-3 വിസിലടുപ്പിക്കുന്നത് വരെ വെച്ച ശേഷം കുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഉരുളക്കിഴങ്ങ് നല്ല വെന്ത് കിട്ടണം, നല്ലോണം വേവണം ഉരുളക്കിഴങ്ങ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിതൊരു ബാറ്റർ ഇങ്ങനെ അടയുണ്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കുഴച്ച് സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ടതാണ്. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുക്കുന്നത് വരെ കാത്തിരിക്കണം. അതിനുശേഷം ഉരുളക്കിഴങ്ങ് നന്നായി പൊടിച്ചെടുക്കാം. ഇതിൽ കട്ടകളൊന്നും പാടില്ല, നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച ഷുഗർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോറോ മൈദയോ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിനനുസരിച്ച്, ചിലപ്പോൾ കുട്ടികൾക്കെല്ലാം മധുരം ഇഷ്ടമായിരിക്കും, അതിനനുസരിച്ച് നിങ്ങൾക്ക് 3-4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തപ്പോൾ അത്ര അധികം മധുരം കണ്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്കിനി കയ്യിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് ഇത് അടയുണ്ടാക്കുന്ന രൂപത്തിൽ മധ്യഭാഗത്തൊരു കുഴി ഉണ്ടാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മോസറല്ല ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചീസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. നമ്മൾ അടയുണ്ടാക്കുമ്പോൾ പഞ്ചസാരയും തേങ്ങയും മറ്റ് ഉള്ളിലുണ്ടാക്കിയെടുക്കുന്ന പോലെ അതിന് പകരം നമ്മളിവിടെ ചീസാണ് ഉള്ളിലിടുന്നത്. ഇതിങ്ങനെ മോൾഡ് ചെയ്തെടുത്ത് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. അധിക സമയമൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്കിതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ആ ബാറ്റർ മുഴുവൻ പാൻകേക്കാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് വറുത്ത് കോരാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച്, ഇവിടെ ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡും നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചും മറിച്ചുമിട്ട് വേവിക്കണം. ഒരു ഭാഗം ബ്രൗണായി കഴിഞ്ഞ് നമുക്ക് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ എരിവൊന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ 2 ഭാഗവും ഏകദേശം ബ്രൗൺ കളറുമായി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പാൻകേക്ക് ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഇതിപ്പോൾ തുറന്നു നോക്കിയാൽ ചീസെല്ലാം നന്നായി മെൽട്ടായിരിക്കുന്നത് കാണാം. ഇതിൽ എരിവൊന്നും ചേർക്കാതിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.